ഗൈസ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ചെങ്കൽ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെയാണ് ഈ അമ്പലം ഉള്ളത് കേട്ടോ. ഇത് വെറൈറ്റി ഒരു അമ്പലമാണ്. പറയാൻ കാരണം കണ്ടില്ലേ, നമ്മൾ ഹൈറ്റുള്ളൊരു ശിവലിംഗമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഒരു ഉള്ളേരിയയിലാണ് സംഭവം കേട്ടോ. ഈ അമ്പലത്തിൻ്റെ പേര് ഇതാ, ശ്രീ പാർവതി ക്ഷേത്രം ട്രസ്റ്റ്. ഒരു അടിപൊളി വെറൈറ്റി അമ്പലം, കുറച്ച് പഴക്കൊക്കെ ഉള്ളൊരു അമ്പലം കേട്ടോ. ശിവലിംഗം കണ്ടില്ല, ഭയങ്കര ഹൈറ്റാണ് സംഭവം. ഓക്കെ, ശിവലിംഗം കാണാൻ കണ്ടില്ലേ, നല്ല ഹൈറ്റിലുള്ള സംഭവം കേട്ടോ. എന്നത് ഇത്രയ്ക്കും വലിയൊരു ശിവലിംഗം ആദ്യമായിട്ട് ഇങ്ങനെ കാണണം കേട്ടോ. എന്തായാലും നമുക്ക് ഇനി അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ നോക്കാം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് കേട്ടോ, കണ്ടില്ലേ, അമ്പലത്തിൻ്റെ എൻട്രൻസ് ഇതാണ്. കാണണം കേട്ടോ. അതിൻ്റെ മേലെ ഹനുമാൻ്റെ ഇത് സംഭവം ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റിയാണ് കാണാൻ, കണ്ടില്ലേ. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളൊരു അമ്പലം കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പൈസ ഉണ്ട് കേട്ടോ. 150 റുപ്യാണ് ഒരാൾക്കെന്ന് പറയണത്. നമുക്കിതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊന്നും കാണാൻ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെ ഉണ്ട് അമ്പലത്തിൻ്റെ. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്ന് ഉള്ളിൽ കയറിയിട്ട് അമ്പലം തന്നെ ഒരു വെറൈറ്റിയാണ്. കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ വന്ന ദിവസം നല്ല മഴയായിട്ടോ. ഉണ്ടോ, അപ്പോൾ അതിനാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുക. വന്നാന്ന് ടിക്കറ്റൊക്കെ എടുക്കണം തോന്നുന്നുണ്ട്. പാൻറ് ഇട്ടിട്ട് കയറാം അതിൻ്റെ ഉള്ളിലേക്ക്. പാൻറ് ഇട്ട് കണ്ടില്ലേ, ഫ്രണ്ട് വശം കണ്ടില്ല, 2 ആനൊക്കെ വെറൈറ്റി ഒക്കെ കാണാം. പിന്നെ ഫ്രണ്ടിൽ നന്ദിയുണ്ട്. സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ബാക്കിലുണ്ടല്ലേ ഹനുമാൻ്റെ ഇതൊക്കെ കണ്ടില്ലേ. ഹനുമാൻ്റെ ഇത് കണ്ടില്ലേ, ബാക്കിൽ കണ്ടില്ലേ, ഹനുമാൻ്റെ തന്നെ കേട്ടോ. ശിവലിംഗത്തിൻ്റെ ബാക്കിൽ അത് ആ ഫ്രണ്ട് നോക്കി കാണാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഈ അമ്പലം കണ്ടില്ല, നല്ല വെറൈറ്റി ആയിട്ടാണ് കാണാൻ തന്നെ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഇതിൻ്റെ സൈഡിലൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി ഗാർഡൻ പോലെയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം കണ്ടില്ലേ, പക്ഷെ കയറാൻ പറ്റില്ല എൻ്റെ ഉള്ളിലേക്കൊന്നും. അമ്പലം കണ്ടില്ല, അമ്പലം ഇത് തൊട്ടടുത്ത് തന്നെയാണ് ഈ ശിവലിംഗവും. ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇന്നലെ കണ്ടില്ല, ഒരു അത്യാവശ്യം നല്ല അടുത്തേക്ക് വന്നപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് വലിപ്പം അറിയാൻ കേട്ടോ.
കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട്. ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളി കേട്ടോ. ഹനുമാൻ്റെ സെറ്റ് ചെയ്ത് കണ്ടില്ലേ മേലെ. ഇരിക്കാനൊക്കെ ഫുൾ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ചെയറൊക്കെ കണ്ടില്ലേ, ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ദേവസ്വം ഓഫീസാണ് തോന്നുന്നുണ്ട് സൈഡിൽ കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്നും കിടക്കാൻ പറ്റില്ല കേട്ടോ. ഫുൾ ഗാർഡനാട്ടോ. ഗാർഡനാണ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രമാണ് കേട്ടോ. മൊത്തത്തിലൊരു വെറൈറ്റിയാണ് കാണാൻ. ഈ അമ്പലം ക്ഷേത്ര പരിസരം അടിപൊളി ലുക്ക് തന്നെ മൊത്തത്തിൽ കാണാം. ഫുള്ള് എന്താ കരിങ്കല്ലാണോ എന്താ സംഭവം അറിയില്ല. ഉണ്ടാക്കി കണ്ടപ്പോൾ അതിൻ്റെ അടിവശം ഒരു ഹോളൊക്കെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നുണ്ടോ സോടി കൂടെ. അമ്പലം ഫുള്ള് കരിങ്കല്ലോണാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. തറയും അതുപോലെ തന്നെ സൈഡിലൊക്കെ കരിങ്കല്ലാണ്. ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. വെള്ളം ഫുൾ സെറ്റപ്പാണ് ഇവിടെ കാണുമ്പോൾ. പിന്നെ അവിടെ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊന്നും പറ്റില്ലല്ലേ. ഉള്ളിലേക്ക് കയറാൻ പറ്റി തോന്നുന്നില്ലല്ലേ. പിന്നെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ശിവലിംഗം ആദ്യമായിട്ട് അങ്ങനെ കാണണം കേട്ടോ കേരളത്തിൽ തന്നെ കണ്ടില്ലേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശിവലിംഗത്തിൻ്റെ കൂടെ തന്നെ ഹനുമാനും തന്നെ കാണുന്നുണ്ട്. ഈ ഒരു വെറൈറ്റി ഒരു ചിത്രം തന്നെ അത്ഭുതമാണ് കാണാൻ തന്നെ. അങ്ങനെ അധികം കണ്ടിട്ടൊന്നുമില്ല. അങ്ങനെ എന്തായാലും കാണാൻ തന്നെ ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ്.
ഭയങ്കര ഹൈറ്റും ഉണ്ട്. നമ്മൾ കണ്ടതിൽ വെച്ചിട്ട് നല്ല ഹൈറ്റ് കൂടിയ സാധനമാണത്. ഇതങ്ങനെ അറിയപ്പെട്ടിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അടുത്ത് വന്നാണത്. ഈ അമ്പലം നല്ല പഴക്കമുണ്ട്, അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു അമ്പലമാണ്. പക്ഷേ ഈ ശിവലിംഗം ഇപ്പോഴാണ് ഇതിൻ്റെ വർക്ക് കഴിച്ചത്. ഒരു ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് സംഭവം. അപ്പോൾ ഗൈസ്, ഇത് കാണാൻ നമുക്ക് എൻട്രി ഫീസ് ഒന്നും ഇല്ല കേട്ടോ. ഈ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതിപ്പോൾ ഈ ശില്പി ഉണ്ടാക്കി വെച്ചെടുക്കുന്നത്. ഫീസൊന്നുമില്ല. നമുക്ക് അമ്പലത്തിൽ വരികയാണെങ്കിൽ സൈഡിൽ നിന്ന് ഇത് കാണാൻ പറ്റും കേട്ടോ. എന്തായാലും ഇതിൻ്റെ സൈഡിലേക്ക് നല്ല ഗാർഡനൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അമ്പലം കണ്ടില്ലേ? അമ്പലം നല്ല വെറൈറ്റി ആയിട്ട് കാണാം. നല്ല അടിപൊളി ഫുള്ള് കരിങ്കല്ലാണ്. ഫുള്ള് കരിങ്കല്ലാണ് സൈഡ് മൊത്തം. തറയും സൈഡൊക്കെ കരിങ്കല്ലോണ്ടാണ് സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത്. എന്തായാലും ഇവിടെ ഈ ശിവലിംഗം തന്നെ റെക്കോർഡിട്ടൊരു ശിവലിംഗം തന്നെ കേട്ടോ. പറയാൻ കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയൊരു ശിവലിംഗമാണ് ഈ കാണുന്നത് നമ്മൾ കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ അടിപൊളി അമ്പലം തന്നെ കേട്ടോ. ഫുള്ള് അടിപൊളി, കാണാനും നല്ല ഫിനിഷിങ്, ഫുള്ള് കൊത്തുപണിയൊക്കെ ഉണ്ട് സൈഡിൽ. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശട്ടോ സൈഡിൽ നോക്കി. ഇപ്പോൾ ഗൈസ് വേറെ കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ എൻട്രി ഫീസ് ഉണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിവലിംഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ടോപ്പിലേക്ക് പോവാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് അറിയുന്നുണ്ടാകുന്നില്ല. നമ്മൾ ജസ്റ്റ് അവിടെ കടയിൽ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്. നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കയറിയിട്ടൊന്നുമില്ല, പക്ഷെ പുറത്തുനിന്ന് കണ്ടുള്ളൂ. അപ്പോൾ ഒരാൾക്ക് അതിൻ്റെ ഫീസ് വരുന്നത് 150 രൂപയാണ് അതിൻ്റെ ഉള്ളിൽ. അതാണ് അതിൻ്റെ ഹോളൊക്കെ എടുക്കുന്നത്. ഇങ്ങോട്ട് വരാൻ ബസ്സൊന്നുമില്ല കേട്ടോ. നമുക്ക് നമ്മൾ വന്ന പോലെ തന്നെ പോകേണ്ടി വരും. ഇപ്പം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ അമ്പലത്തിൽ ഈ ക്ഷേത്രത്തിനെ പറ്റിയിട്ടും ഈ ശിവലിംഗത്തിനെ പറ്റിയിട്ടും ഇതൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ അമ്പലത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇത്രയൊക്കെയാണ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അടുത്ത് വന്നിട്ടുള്ളൂ. ഇതങ്ങനെ അധികം ഫേമസ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഇന്ത്യയിൽ നമ്പർ 1 വെറൈറ്റി സംഭവമാണിത്, ഈ അമ്പലം കണ്ടില്ലേ? ശ്രീ പാർവതി മഹാക്ഷേത്രം. അപ്പോൾ നമ്മളെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.